നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ കാര്യത്തിൽ കുരുക്ക് കൂടുതൽ മുറുകയാണോ, അതോ വീണയ്ക്കാണോ കുരുക്ക് മുറുകുന്നത്, പിണറായിക്കാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൈവതുല്യനായ നേതാവിനാണോ എന്ന് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട്. അതോ ഇനിയിപ്പം മുസ്ലിം ലീഗിൽ ആരെങ്കിലും ആണോ ഈ ദൈവതുല്യൻ എന്ന് കാലം തെളിയിക്കും, അല്ലെങ്കിൽ ഇ ഡി തെളിയിക്കും. ഇപ്പോൾ വീണ്ടും സ്ഥിതിഗതികൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇ ഡി നോട്ടീസ് ഇങ്ങനെ പ്രിൻ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, സമൻസ് നോട്ടീസ്. കാരണം ഇ ഡിക്ക് ഒരു 8 നോട്ടീസ് ഇ ഡി കയ്യിൽ ഇപ്പോഴെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം നോട്ടീസെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ അത് കിട്ടുന്ന ആൾക്കാരുടെ റാങ്കും പദവിയും ഒക്കെ മാറി മാറിയിരിക്കും. ഏറ്റവും പുതിയ സംഭവങ്ങൾ നമുക്ക് എന്തായിരിക്കും പറയാൻ പറ്റുന്നത്? അതായത് ഈ ശശിധരൻ കർത്തയുടെ CMRL ആണല്ലോ ഒരു വശത്ത്, മറുവശത്ത് വീണയുടെ എക്സാലോജിക്ക്. അപ്പോൾ ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അദ്ദേഹത്തിന് അസുഖസഹജമായ സാഹചര്യങ്ങളാൽ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ കഴിയില്ല. പകരം അദ്ദേഹത്തിൻ്റെ മകൻ ഈ കമ്പനിയുടെ ജോയിൻറ്റ് മാനേജിംഗ് ഡയറക്ടറാണ്, ശരൺ എസ് കർത്ത. അദ്ദേഹത്തെ വിളിപ്പിച്ചു. ഈ ശശിധരൻ കർത്തയുടെ ഭാര്യ ഇതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ്, ജയ എസ് കർത്ത. അവരെ വിളിപ്പിച്ചു. അതുപോലെ ഇവർക്ക് മറ്റൊരു കമ്പനിയുണ്ട്, നിപുണ ഇൻ്റർനാഷണൽ ലിമിറ്റഡ്. അതിൻ്റെ ഡയറക്ടറായിരിക്കുന്നത് ശശിധരൻ കർത്തയുടെ മകളാണ്, ഷിബി കർത്ത. ഷിബി എസ് കർത്തയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ശശിധരൻ കർത്തയുടെ മരുമകൻ, അതായത് ഷിബിയുടെ ഭർത്താവ് അനിൽ ആനന്ദ പണിക്കർ, അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നൊരു സൂചന വരുന്നുണ്ട്. അത് നോട്ടീസ് കൊടുത്തതായിട്ടും പറയുന്നുണ്ട്, സമൻസ് കൊടുത്തതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് പെട്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പല ഓൺലൈൻ മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച വാർത്ത വന്നിട്ടുണ്ട്. ഈ പേര് നേരത്തെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, നമ്മൾ കേട്ടിട്ടില്ല. അതെ. അപ്പോൾ ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. ഇദ്ദേഹത്തിന് റയർ കെമിക്കൽ സൊല്യൂഷൻ എന്നൊരു കമ്പനി ദുബായിലുണ്ടെന്ന് പറയപ്പെടുന്നു. നമുക്ക് ഈ വാർത്ത വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന വാർത്തയെ അധികരിച്ചുകൊണ്ടേ നമുക്ക് ഈ ചർച്ച നടത്താൻ സാധിക്കുകയുള്ളൂ. ഇ ഡി ഈ കാര്യത്തിലൊന്നും ഔദ്യോഗികമായി ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ വീണയെ ചോദ്യം ചെയ്തതാകട്ടെ, വീണയുടെ മൊബൈല് ഇവിടെ വീട്ടിൽ റെയ്ഡിന് വന്നപ്പോൾ മൊബൈൽ വാങ്ങിക്കൊണ്ട് പോയതിനെക്കുറിച്ചാകട്ടെ, ഒരു കാര്യങ്ങളും ഇ ഡി ഔദ്യോഗികമായി ഇതുവരെ ഒരു കാര്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. ഒരു പക്ഷേ ആരുടെയും അറസ്റ്റ് നടക്കാത്തത് കൊണ്ടായിരിക്കാം ഔദ്യോഗികമായി കാര്യങ്ങൾ പുറത്തുവിടാത്തത്. മാത്രമല്ല SFIOയുടെ 54 വാല്യങ്ങളിലായിട്ടുള്ള 134 രേഖകൾ കിട്ടേണ്ടതുണ്ട്. അത് ഇ ഡിയുടെ കൈവശം ഔദ്യോഗികമായി വന്നിട്ടില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം ഇ ഡി ഇക്കാര്യത്തിൽ ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കാത്തത്. എന്തായാലും ഈ അനിൽ ആനന്ദ പണിക്കർക്ക് ദുബായിൽ ഈ പറഞ്ഞതുപോലെ ഒരു റയർ കെമിക്കൽ സൊല്യൂഷൻ RCS എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ടെന്നും അവിടേക്ക് ശശിധരൻ കർത്തയുടെ കമ്പനിയിൽ നിന്ന് ചില പണമിടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഒക്കെയാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച ചില കാര്യങ്ങൾ, അതിൻ്റെ ചില ദുരൂഹതകൾ ഒക്കെ മാറ്റാനാണ്, അതിനെക്കുറിച്ച് കൃത്യമായി ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇ ഡി ഇദ്ദേഹത്തെ വിളിപ്പിക്കുന്നതെന്നും ചാനലുകൾ, ഈ ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വീണയുടെ മൊബൈല് ഇവർ കൊണ്ടുപോയി. അതായത് വീണയുടെ രഹസ്യങ്ങളെല്ലാം വീണ സൂക്ഷിച്ചിരിക്കുന്നത് ഡിജിറ്റലായിട്ടാണ്. ഈ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്നത് വീണ സ്വന്തമായിട്ട് ഒരു ക്ലൗഡ് ഉണ്ടാക്കി, ഈ വീണയുടെ ക്ലൗഡിൽ ആണ് ഇതിൻ്റെ ബാങ്ക് വിനിമയത്തിൻ്റെ അല്ലെങ്കിൽ ഇടപാടുകളുടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വീണയ്ക്ക് ഇവിടെ മാത്രമല്ല, രാജ്യത്തിന് പുറത്തും വിദേശ ബാങ്കുകളിൽ വിദേശത്ത് അക്കൗണ്ടുണ്ട്. അതിൻ്റെ രഹസ്യങ്ങളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഇതിലാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു ലോക്കറിലോ ഒന്നുമല്ല. അപ്പം ഡിജിറ്റലായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം, തെളിവുകളെല്ലാം കിടക്കുന്നത് ഡിജിറ്റലായിട്ടാണ്. അപ്പോൾ ഈ ക്ലൗഡിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കിട്ടാനാണ് ആ മൊബൈൽ വാങ്ങിക്കൊണ്ട് പോയത് ഇ ഡി. അതിപ്പോൾ ഇ ഡിക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇ ഡി ഈ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ വീണ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഡിജിറ്റലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള അന്വേഷണം കൊണ്ട് മാത്രമേ, സൈബർ ഫോറൻസിക് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് ഇടപെട്ടാൽ മാത്രമേ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനാണ്
ഈ മൊബൈലൊക്കെ ED വാങ്ങിയെടുത്തത്. പിന്നെ വീണയെ ചോദ്യം ചെയ്ത് ഈ അക്കൗണ്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസ്, ഇതിൻ്റെ പാസ്വേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ശേഖരിച്ച് കാണും. അപ്പോൾ ഇനി അത് ഉപയോഗിച്ച് ബാക്കി കാര്യങ്ങൾ പരിശോധിച്ച് ഈ ക്ലൗഡിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ, അതിൻ്റെ താക്കോൽ ഉപയോഗിച്ച് അത് തുറന്ന് ആ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും വീണയുമായി ബന്ധപ്പെട്ട്, അത് 29-ാം തീയതിക്ക് മുമ്പ്, 29-നാണല്ലോ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 29-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടായിരിക്കും ED ഇനി വീണയെ കാണുക, വീണയെ ചോദ്യം ചെയ്യുക. അതിന് മുമ്പ് ഈ അനിൽ ആനന്ദ പണിക്കരെ ചോദ്യം ചെയ്യും എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും മാസപ്പടി കേസിൽ നിന്ന് മാറി റെയർ കടത്തിലേക്ക് മറ്റൊരു അല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇതൊക്കെ ഈ ഒരുപാട് ഊഹാപോഹങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീണയുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നത്, വീണയോട് പലപ്പോഴും ED ചോദിച്ച ചോദ്യങ്ങൾക്ക് ഏതാണ്ട് 150ഓളം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ആ ചോദ്യങ്ങൾക്ക് വീണ വ്യക്തമായ മറുപടി അല്ല പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ചാനലുകളൊന്നും അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല. 150 ചോദ്യങ്ങളുണ്ടായിരുന്നു, ചോദ്യങ്ങൾക്ക് ഇല്ല, അല്ല, അറിയില്ല, മറന്നുപോയി എന്നൊക്കെയുള്ള മറുപടി വീണ പറഞ്ഞു എന്നൊക്കെയാണ് ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ക്ലൗഡിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ED കൃത്യമായിട്ട് വീണയോട് ചോദിച്ചിട്ടുണ്ട്. അത് വീണയിൽ നിന്ന് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ വീണ പിണറായിയോട് കയർത്തു, എന്തിനാണ് എന്നെ കൂടെ ബലിയാടാക്കിയത്, എന്നെ എന്തിനാണ് ഇങ്ങനൊരു ഇതിലേക്ക് പിടിച്ചിട്ടത് എന്നൊക്കെ വീണ ചോദിച്ചതായിട്ട് പറയുന്നുണ്ട് സ്വന്തം അച്ഛനോട്. അതൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്, ആ പ്രചരിക്കുന്ന വാർത്തകളെക്കുറിച്ച് ഇങ്ങനെ പ്രചരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ഡിജിറ്റൽ തെളിവുകൾ, വീണ സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ പിടിച്ചെടുക്കാതെ EDക്ക് 29-ാം തീയതി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഈ അനിൽ ആനന്ദ പണിക്കരെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. കാരണം ഇതിനകത്ത് അങ്ങനെ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ED സംശയിക്കുന്നുണ്ട് ഈ അനിൽ ആനന്ദ പണിക്കരുടെ ബാങ്ക് അക്കൗണ്ടും വീണയുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ചില ട്രാൻസാക്ഷനുകൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. അനിൽ ആനന്ദ പണിക്കരുടെ ആ കമ്പനി റെയർ കെമിക്കൽ സൊല്യൂഷൻ, അവരെന്തോ കെമിക്കലുകൾ കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. അതിന്റെ മറ്റു വിശദാംശങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും വന്നിട്ടില്ല. കാരണം കരിമണ്ണിൽ നിന്നും നിരവധി കെമിക്കലുകൾ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കളാണ്. ഈ ധാതുക്കൾ ഉപയോഗിച്ചാണ് പല നമ്മുടെ കെമിക്കലുണ്ടാകുന്ന പെയിന്റ് അടക്കമുള്ള അത്തരം സാധനങ്ങൾ അതിന്റെ ഇടപാടായിരിക്കാം. തോറിയുണ്ട്, അതിന്റെ ഇടപാടായിരിക്കാം. അപ്പൊ അത് കേസ് അങ്ങോട്ട് പോവുകയാണ്. അല്ല, കേസ് കൃത്യമായിട്ട് പോകേണ്ട രീതിക്ക് തന്നെയാണ് പോകുന്നത്. ഈ അമൂല്യ ധാതുക്കൾ വഴി ദുബായ് വഴി അത് എത്തേണ്ടിടത്ത് എത്തും. അതെ, അവിടെ ഇപ്പൊ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളെല്ലാവരും കേൾക്കുന്നത് ശശിധരൻ കർത്തയിൽ നിന്ന് പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ വീണ മാസപ്പടി വാങ്ങിയെന്നാണല്ലോ നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, നേരെ തിരിച്ചാണോ ഇത്? ഈ പിണറായിയുടെ മാസപ്പടിയാണോ ആൾക്കാർ വാങ്ങിയിരിക്കുന്നത് എന്നൊരു സംശയം അങ്ങനെയാണെങ്കിൽ കേട്ട് വരുമ്പോൾ നമുക്കിത് പലതും പരിശോധിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ശശിധരൻ കർത്തയുടെ അനാരോഗ്യം ഒക്കെ കണക്കിലെടുത്ത് ഈ പ്രൈം വിറ്റ്നസ് എന്ന രീതിയിൽ മാപ്പസാക്ഷിയാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും നമുക്ക് പറയാം. അല്ല, നമുക്ക് ഒരു വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനൊക്കെയുള്ള സാധ്യതകൾ നമുക്ക് പറയാമെന്നേ ഉള്ളൂ. പക്ഷേ ഇത് കേവലം ഇത് മാത്രമൊന്നുമല്ല. ഈ ഒരു കാര്യം ഞാൻ പറയട്ടെ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം വിരമിച്ച പല ഉദ്യോഗസ്ഥർക്കും നീട്ടിക്കൊടുത്തു, വേറെ ചില പോസ്റ്റിങ് കൊടുത്തു, അല്ലേ? കെ എം എബ്രഹാം അടക്കം, ബെഹ്റയടക്കം, ഈ ബെഹ്റയും എല്ലാം. അല്ല, അതെ, എന്തിനാണ് ഇവർക്ക് നീട്ടിക്കൊടുത്തത്? അതും ഇവർക്കും 1.5 ലക്ഷം രൂപ പെൻഷൻ പോയിട്ട് 3.5 ലക്ഷം രൂപ ശമ്പളത്തിനാണ് ഇവർ എല്ലാവരും, ഈ രണ്ടുപേരും ഓരോ പോസ്റ്റുകളിൽ ഇരുന്നത്. കൊച്ചി മെട്രോയുടെ MD ആയിട്ടും ഇയാൾ കിഫ്ബിയുടെ CEO ആയിട്ടും ഒക്കെ ഇരുന്നത്, കെ എം എബ്രഹാം ഇരുന്നതൊക്കെ അങ്ങനെയാണ്.
അപ്പോൾ ഇതൊക്കെ എന്തിനാണ്? ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണോ? അതോ ഇവരുടെ സേവനം കേരളത്തിന് ഒഴിച്ചുകൂടാനാകാത്തതാണ്? ഇവർക്ക് പിന്നാലെ മറ്റു ഉദ്യോഗസ്ഥരൊന്നും ഇല്ലേ ഇവിടെ കേരളത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരുപാട് IAS ഉദ്യോഗസ്ഥരുണ്ട്, IPS കാരുണ്ട്. അവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ്? അങ്ങനെയാണെങ്കിൽ ഇവരെ എന്നാൽ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ബെഹ്റ അത്രത്തോളം എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ KSRTCയുടെ MD ആക്കുന്നില്ല? കാരണം KSRTC വലിയ നഷ്ടത്തിലാണ്, ഈ പറയുന്ന കൊച്ചി മെട്രോയും നഷ്ടത്തിലാണ്, ബ്രേക്ക് ഈവനൊന്നും ആയിട്ടില്ല, അതും നഷ്ടത്തിലാണ്. അതും നമുക്കറിയാമല്ലോ, വിദേശ ബാങ്കിൽ നിന്ന് കടമെടുത്തൊക്കെയാണ് അത് കൊച്ചി മെട്രോയുടെ പണി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബെഹ്റ അത്ര മിടുക്കനാണ്, കൊച്ചി മെട്രോയെ ലാഭത്തിലേക്ക് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ KSRTCയിൽ വെച്ചില്ല? KSRTCയെ ലാഭത്തിലാക്കണ്ടേ നമുക്ക്? KSRTC ഈ കൊച്ചി മെട്രോ കൊച്ചി തൊട്ട് കൊച്ചി നഗരത്തിൽ മാത്രം ഉള്ളൊരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇത് KSRTC കേരളം മുഴുവനും പ്രവർത്തിക്കുന്നതല്ലേ. അപ്പോൾ KSRTCയെ ലാഭത്തിലാക്കാൻ ബെഹ്റയുടെ മിടുക്ക് നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല പിണറായി വിജയൻ? അങ്ങനൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ KM അബ്രഹാമിൻ്റെ കാര്യത്തിലും ഒക്കെ ഒരുപാട് നമുക്കൊരു രുചിക്കാത്ത, നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടേണ്ടതാണ്. എന്തുകൊണ്ട് ഇവരെ ഒക്കെ ഇങ്ങനെ, വേറെയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ താല്പര്യമുള്ള വേറെയും IAS കാരും IPS കാരും ഉണ്ടായിരുന്നല്ലോ, അവരുടെ ഒന്നും കാര്യത്തിൽ ഇങ്ങനെ ഒരു താല്പര്യം എടുത്തില്ലല്ലോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. പറയുന്നത് പോലെ ഈ ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വരട്ടെ. ഡിജിറ്റൽ തെളിവുകൾ കൃത്യമായിട്ട് EDയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ചടപടേ കാര്യങ്ങൾ നടക്കും. പിന്നെ പറയുന്നത് പോലെ ഇരട്ടി വേഗത്തിൽ നടക്കണം. കാരണം വീണ വിജയനെ അടക്കം കൊടുക്കണമെന്നല്ല, ഈ ഇതിനകത്തുള്ള സത്യം പുറത്തു വരണം. ഈ വീണ, പിണറായി വിജയൻ, ശശിധരൻ കർത്ത, ശരൺ കർത്ത, ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. ഇതിനകത്ത് എന്താണ് സത്യം അത് പുറത്തു വരണം. ഈ പറയുന്നത് പോലെ മാസപ്പടി കൊടുത്തതാണോ, മാസപ്പടി വാങ്ങിയതാണോ, ഈ ഇടപാടുകൾ, മണല്, അതൊക്കെ ഞാൻ പറയുന്നത് A to Z സത്യം പുറത്തു വരണം. ജനങ്ങൾ അതറിയാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ നമുക്ക് ഈ എളുപ്പ വഴികളൊന്നുമില്ല. വളരെ കൃത്യമായി പോകേണ്ട മാർഗത്തിൽ കൂടെ തന്നെ പോയി ആ സത്യങ്ങളെല്ലാം പുറത്തു വരണം. എല്ലാം തെളിവ് സഹിതം പുറത്തു വരണം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഈ വീണയെ സംബന്ധിക്കുന്ന 29-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് ഹാജരായേ പറ്റുള്ളൂ. അപ്പോൾ അന്ന് കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വന്നേക്കാം. വീണയുടെ കൈവശം എത്തിയേക്കാം. ഈ പറഞ്ഞതുപോലെ ശശിധരൻ കർത്തയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റാൾക്കാരെയും ED അതിനുള്ളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളാരും അറിഞ്ഞിട്ടില്ല ഈ മകളെ, ഭാര്യയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നുള്ള കാര്യം അറിഞ്ഞില്ല. ഇവർ ചോദ്യം ചെയ്യലിന് അവിടെ ഹാജരായപ്പോഴാണ് എല്ലാവരും അറിയുന്നത്. അപ്പോൾ അതുപോലെ ചോദ്യം ചെയ്ത് വരട്ടെ. നമുക്കറിയേണ്ടത് സത്യമാണ്. ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. പക്ഷെ വീണയുടേത് എല്ലാവരും അറിഞ്ഞായിരുന്നു, വീണ വിജയൻ്റെത്. കാരണം വിളിച്ച് പറയേണ്ടടുത്തൊന്നും മാധ്യമങ്ങൾ എല്ലാവരും വിളിച്ച് പറഞ്ഞായിരുന്നു. വീണ വിജയന് നോട്ടീസ് വന്നപ്പോൾ തന്നെ എന്നാണ് ഹാജരാകേണ്ടതെന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് വിവരം ചോർത്ത് കിട്ടിയായിരുന്നു. ആയിക്കൊള്ളട്ടെ, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 29-ാം തീയതിക്ക് മുമ്പ് തന്നെ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരും. നന്ദി, നമസ്കാരം.